എന്തോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. നീയാണ് സത്യം, അവൾ അവന്റെ ഭാര്യയല്ല. അന്ന് ഞാൻ പറഞ്ഞതുപോലെ നീ ഒരു വേഷം കെട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ജീവൻ ഇങ്ങനെ ഒരു കുരിശിനെ ചുമക്കേണ്ടി വരില്ലായിരുന്നു. അതെങ്ങനെ? ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് നീ ചാടിക്കടിക്കാൻ വന്നില്ലേ? അനുഭവിക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവര് അനുഭവിച്ചാലേ പഠിക്കൂ. നാട്ടിൽ പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടാ. ഒരു കല്യാണം കഴിച്ചാല് കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ആണുങ്ങള്. ഓ, ഇനി നീ ഉപദേശിക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. ജീവൻ കേക്കണ്ട. നമുക്ക് കുളിക്കാം. വെള്ളം തുറന്ന് മോനിവിടെ സോപ്പ് എടുത്തോണ്ട് വരാം. അപ്പച്ചാ, അതെ, കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള സോപ്പിങ് എടുത്തേ. അപ്പച്ചാ. അപ്പച്ചൻ നിന്റെ തന്ത വേണമെങ്കിൽ എടുത്തിട്ട് പോടി. ഒന്ന് പോകണവാ. ഹലോ, ഞാൻ ശാലിനിയാണ്. അതിന് ഞാനെന്ത് വേണം? ശത്രുവേട്ടനെ വിളിക്കാവോ? ശത്രുവേട്ടനെ വിളിക്കാൻ ഞാനാര്? നിന്റെ വേലക്കാരിയോ? എനിക്കിപ്പോ സൗകര്യമില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുമായിരുന്നു അല്ലേടി? എന്താ ഇവിടെ? ഇറങ്ങി പോയി. എന്താ ഭ്രാന്താ? ഒരു നിമിഷം ഞാൻ വൈകിയിരുന്ന ഇവിടെ എന്റെ മോനെ വെള്ളത്തിൽ കൊന്നേ. ഒന്നും പറയണ്ടേ? ഞാൻ പറയട്ടെ. ഇത്രയും കാലം നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടാതിരുന്നത് നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. ഇവന് വേണ്ടിയടി, ഇവന് വേണ്ടി മാത്രം. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്. പോലീസുകാരെ തൊട്ടുവരുത്. ഓടി എന്താ അമ്മ? എന്താ? അവളെ കുഞ്ഞിനെ കാണില്ല. ശത്രു, വണ്ടി എടുക്കടാ. അവള് നിൽക്കണു. ആ, നീ ഇവിടെ നിൽക്ക. മനുഷ്യനെ പേടിപ്പിച്ചോളഞ്ഞല്ലോ. എന്തിനാടി എന്റെ കുഞ്ഞിനെടുത്തത്? നിന്നെ ഇവിടെ കണ്ടുപോരുന്ന ഞാൻ പറഞ്ഞതല്ലേ. ആരെ കാണിക്കാനടി നിന്റെ കണ്ണീര്? എന്റെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ മനഃപൂർവ്വം അല്ലെങ്കിലും ഈ കുഞ്ഞിനോട് ചെയ്തു പോയ തെറ്റിന് ഈ കുരുന്ന് മനസ്സിന്റെ മുന്നിലും ഈശ്വരന്റെ മുന്നിലും പ്രായശ്ചിത്തം ചെയ്യാൻ
ആരെയും വെറുപ്പിക്കാതെ ആർക്കും ഒരു ശല്യമാവാതെ ഇവിടുന്ന് പോണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്നോട് വെറുപ്പും ദേഷ്യവും മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അണയുന്നതിന് മുമ്പുള്ള ആളെ കത്തലായി കരുതി നിങ്ങൾ 3 പേരും എന്നോട് ക്ഷമിക്കണം. ക്ഷമയും മാപ്പൊക്കെ വീട്ടിൽ ചെന്നിട്ടാവാ. നീ വണ്ടി കയറ്. വാ. കുഞ്ഞിനെ അവിടെ കൊണ്ട് കിടത്തിക്കോളൂ. വേണ്ട, അവൻ ഇവിടെ തന്നെ കിടന്നോട്ടെ. ഐ എം സോറി. കുഞ്ഞിനെ പെട്ടെന്ന് ആ അവസ്ഥയിൽ കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. താരാട്ടിന് പകരം പരിഹാസവും കുത്തുവാക്കുകളുമാ ഓർമ്മ വെച്ച നാളു മുതൽ ഞാൻ കേട്ടു വളർന്നത്. ജന്മം തന്നവരോടുള്ള പക തീർക്കാൻ മനസ്സും മനഃപൂർവ്വം കല്ലാക്കിയതാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. Forget it. നീ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ ഉണ്ടെന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. കൊല്ലം 10-12 ആയില്ലേ ഞാൻ നിന്റെ കൂടെ കഴിയണു. നിന്റെ മുഖം കണ്ടതിനേക്കാൾ കൂടുതൽ നിന്റെ മനസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, എന്താ ഏതാണെന്നൊന്നും അറിയില്ല. ആ കുട്ടി നല്ലതാണ്. അവളുടെ മനസ്സിൽ കള്ളമില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടായത് ആ കുട്ടി ഇവിടെ വന്നതിന് ശേഷം. അതിനു മുമ്പ് ആരൊക്കെയോ താമസിക്കുന്ന ഒരു ലോഡ്ജ്. ഇതൊക്കെ ഇപ്പൊ പറയാൻ? കുഞ്ഞിനൊരമ്മ, നിനക്കൊരു തുണ, ഈ വീടിനൊരു വീട്ടുകാരി. ഞാൻ ആ കുട്ടിയുടെ കാര്യ പറയണേ. നിനക്കൊരു കുടുംബമായി കണ്ടിട്ട് തിരിച്ചു പോകണമെന്ന് എനിക്ക് മോഹമുണ്ട്.